എറണാകുളം തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കല്യാണിയെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞുവെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. കൊച്ചന്തി അവിടുന്ന് വന്നപ്പോൾ തുടങ്ങിയാണ് ചോദിച്ചു, കൊച്ചന്തി ഇരുട്ടത്തണം കയറി വന്നത് 7 മണി കഴിഞ്ഞല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചന്തി എന്ന് ചോദിച്ചു. മിണ്ടൂല. ഇവിടെ കയറി വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചു, മിണ്ടൂല. മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ച് പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങടെ പോയെന്ന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞവള്. വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൂടി കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഡോക്ടറെ കാണിക്കുക ചെയ്തായിരുന്നു? ഞങ്ങൾ ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടുന്നത് പിള്ളേരെ ഇവിടെ അടുത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണമായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല. കല്യാണിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്ന സന്ധ്യയുടെയും കുടുംബത്തിന്റെയും വാദം തള്ളുകയാണ് ഭർത്താവ്. ഈ അച്ഛനായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്രയും അടുത്ത ആൾക്കാരോടൊപ്പില്ലേ, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇന്ന് രാവിലെ കൂടെ കൂടി എനിക്ക് ചായ എടുത്ത് തന്നു, എല്ലാ കാര്യങ്ങളും എടുത്ത് തന്നിട്ട് കൊച്ചിനെ അങ്കൻവാടിയിൽ 2 ദിവസമായിട്ട് അച്ഛനെ ആവശ്യമുള്ളതുകൊണ്ട് പോകാറില്ല. ഇന്ന് കൊച്ചിനെ അങ്കൻവാടിയിൽ വിടണമെന്ന് പറഞ്ഞ് ഞാനാണ് കൊച്ചിനെ റെഡിയാക്കി, കൊച്ചു പോകണില്ല എന്ന് പറഞ്ഞ് ഞാനാണ് റെഡിയാക്കി കൊച്ചിനെ അവിടെ ഇരുത്തിയത്. പിന്നെ എന്നോട് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഒരു 11 മണിയായപ്പോൾ തന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു കുക്കറിൻ്റെ ഒരു വാഷർ പൊട്ടിപ്പോയിട്ടുണ്ട്, അത് മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്, ഞാൻ വരട്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവമൊക്കെ ചെയ്തത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. റാഫി കരീമുണ്ട് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ഉടൻ തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം പുറത്തേക്കെത്തും. അതിനുശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഈ 4 വയസ്സുകാരുടെ മൃതദേഹം പിന്നീട് കൊണ്ടുപോവുക ഇവരുടെ ഈ പിതാവിൻ്റെ വീട്ടിലേക്കാണ്, തിരുവാണിയൂരിലേക്കായിരിക്കും ഈ മൃതദേഹം കൊണ്ടുപോവുക. തുടർന്ന് തിരുവാണിയൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇതിനുശേഷമായിരിക്കും തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ സംസ്കാരം 4 മണിക്കാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് അല്പം വൈകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 1 മണിയോടുകൂടി ഈ മൃതദേഹം വിട്ടുകിട്ടുമെന്നുള്ളതായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 2 മണി കഴിഞ്ഞിരിക്കുന്നു സമയം. ഇനിയൊരു അരമണിക്കൂറിനുള്ളിലായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അതിനുശേഷം ഒരു 3 മണിക്ക് ശേഷമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. 5 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലായിരിക്കും ഈ മരണകാരണം സംബന്ധിച്ചുള്ള വിശദമായ വിവരം മനസ്സിലാവുക. എന്നാലും ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള അമ്മയുടെ മൊഴി അത് തന്നെയാണ് ഈ കേസിൽ നിർണായകമായത്. തുടർന്ന് പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനും കഴിഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമാവുക. ഒപ്പം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നുള്ളതാണ് ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ബാക്കിയുള്ളത്. ഈ കുട്ടിയെ ഈ നിലയിൽ ഉള്ള ഒരു ക്രൂരകൃത്യം നടത്താൻ അമ്മയെ പ്രേരിപ്പിച്ചത് കുടുംബ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന മൊഴി. ഒപ്പം തന്നെ ഇന്ന് ബന്ധുക്കളും ഈ കുട്ടിയുടെ മാതാവടക്കമുള്ള ആളുകളും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും ഭർത്താവിൻ്റെ കുടുംബം തള്ളുകയാണ്. ഈ സുഭാഷും ഒപ്പം തന്നെ സുഭാഷിൻ്റെ ബന്ധുക്കളും മാധ്യമങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ഇവിടുത്തെ ഈ തിരുവാണിയൂരിലെ പഞ്ചായത്ത് അധികൃതരും ഈ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളും ഒപ്പം തന്നെ ഈ നാട്ടുകാരും എല്ലാം തന്നെ ഇത് ഈ സുഭാഷിൻ്റെ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സുഭാഷും മറ്റു ആളുകളും തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഈ സന്ധ്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട്. ചില പെരുമാറ്റത്തിലുള്ള അപാകതകൾ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. കാരണം എല്ലാവരോടും ദേഷ്യപ്പെടുന്നൊരു പ്രകൃതമായിരുന്നു, അധികം ആരോടും സംസാരിക്കാത്തൊരു പ്രകൃതമായിരുന്നു. മുൻപും ഇത്തരത്തിൽ കുട്ടികളെ കൊല്ലാനുള്ള ഒരു ശ്രമം സന്ധ്യ നടത്തിയിട്ടുണ്ട് എന്ന് ഈ മൂത്ത കുട്ടി തന്നെ പറയുന്നുണ്ട്. ഐസ്ക്രീമിൽ വിഷം കലർത്തിയായിരുന്നു കൊല്ലാൻ ശ്രമിച്ചത്. അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 2 കുട്ടികളെയും ടോർച്ച് ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സന്ധ്യയുടെ ഭാഗത്ത് നിന്ന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം
ശേഷം ഈ സന്ധ്യ സ്വന്തം വീട്ടിലായിരുന്നു നിന്നിരുന്നത്. തുടർന്ന് കൗൺസിലിംഗ് എല്ലാം നടത്തിയതിന് ശേഷമാണ് സന്ധ്യയെ വീണ്ടും സുഭാഷിനൊപ്പം കുട്ടികളോടൊപ്പം താമസിക്കാൻ അനുവദിച്ചത്. അങ്ങനെ കൗൺസിലിംഗിനെല്ലാം ശേഷം 2 മാസത്തോളമായി മറ്റ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത്. പഞ്ചായത്ത് മെമ്പറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. ഒപ്പം തന്നെ സന്ധ്യയുടെ ഒരു പ്രശ്നമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുട്ടികളോട് ബന്ധുക്കളും ഒപ്പം തന്നെ ഭർത്താവും എല്ലാം കാണിക്കുന്ന ഒരു അമിത സ്നേഹം, ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, അത് സന്ധ്യയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് പലപ്പോഴും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും സന്ധ്യ ചെയ്തിരുന്നു. ഈ കുട്ടികളെ വല്ലാതെ പരിഗണിക്കുന്നു, തന്നോട് അത്തരത്തിലൊരു സ്നേഹവും പരിഗണനയും ഇല്ലാതെയാകുന്നു, കുട്ടികൾക്ക് തന്നോടുള്ള അടുപ്പം കുറഞ്ഞു. ഇത് സന്ധ്യയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് മെമ്പർ അടക്കം വാർഡ് മെമ്പർ അടക്കം നമ്മളോട് സംസാരിച്ചത്. ഒരുപക്ഷേ ഈ കൊലപാതകത്തിൻ്റെ കാരണവും അതുതന്നെയാകാം എന്നുള്ളതാണ് കരുതുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും കുടുംബത്തിലില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും സന്ധ്യയുടെ മൊഴി വിശദമായി ശേഖരിച്ച് ആ മൊഴി വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരിക. ഇപ്പോൾ ഈ റാഫി ഇൻക്വസ്റ്റിന്റെ വിശദാംശങ്ങളൊക്കെ നേരത്തെ പുറത്ത് വന്നിരുന്നുവല്ലോ. ഈ ശരീരത്തിൽ പരിക്കുകളില്ല എന്നുള്ള തരത്തിലാണല്ലോ ഇൻക്വസ്റ്റ് റിപ്പോർട്ടൊക്കെ, ഈ മുങ്ങിമരണം എന്നുള്ള തരത്തിലേക്ക് തന്നെയാണല്ലോ അതിന്റെ വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന റാഫി. തീർച്ചയായും 10 മണിക്കൂറാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഏകദേശം 11:30 ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി. ഇൻക്വസ്റ്റിൻ്റെ പ്രാഥമികമായും പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ഈ പുഴയിലേക്ക് ഈ കുട്ടിയെ എടുത്തെറിഞ്ഞതിന് മൂലമുണ്ടായ പരിക്കുകൾ മാത്രമാണ് ശരീരത്തിലുള്ളത്. മറ്റു പരിക്കുകളൊന്നും ശരീരത്തിലില്ല എന്നുള്ളതാണ് ഇൻക്വസ്റ്റിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. മറ്റ് സംശയിക്കുന്ന കാര്യങ്ങൾ തരത്തിലുള്ള പരിക്കുകൾ ശരീരത്തിലില്ല എന്നുള്ളതാണ് ഇൻക്വസ്റ്റിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ അമ്മ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ളതായിരുന്നു മൊഴിയായി കൊടുത്തത്. ഈ സന്ധ്യ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഇൻക്വസ്റ്റിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാലായിരിക്കും മരണകാരണം സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്താണ് ഏതെങ്കിലും തരത്തിൽ വിഷപദാർത്ഥം എന്തെങ്കിലും വയറ്റിലുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. മുൻപൊരു തവണ ഐസ്ക്രീമിൽ വിഷം കലർത്തിയാണ് ഈ കുട്ടികൾക്ക് ഈ സന്ധ്യ നൽകാൻ ശ്രമിച്ചത്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അതിനുശേഷമായിരിക്കും ഈ സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യ ഈ കൺഫെഷൻ നടത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറ്റം സമ്മതിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. യാതൊരുവിധ കൂസലുമില്ലാതെയാണ് ഇന്നലെ മുതൽ ഈ പ്രതി സ്റ്റേഷനിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 മണിക്ക് ശേഷം SP-യുടെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം പറഞ്ഞിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ വിശദമായ വിവരങ്ങൾ കേസ് സംബന്ധമായി വിശദീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, റാഫി കരീമാണ് ഇപ്പോൾ കടമശ്ശേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.